ഹായ്, ഞാൻ റോബിൻ. ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഹെർബാ ലൈഫിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്താണ് എനിക്കുണ്ടായ മാറ്റങ്ങൾ? ഞാനൊരു കമ്പനിയുടെ കേരള ഹെഡായിരുന്നു സർവീസിന്റെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് അങ്കമാലിന്റെ പ്രോഗ്രാം കമ്പ്യൂട്ടർ സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫുൾ ടൈം ഇരുന്നുള്ള വർക്കാണ്. ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന വണ്ണവും കൂടി എന്നെ ശരിക്കും പറഞ്ഞൊരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറി. അങ്കമാലി തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലുള്ള കാരണം കൊണ്ട് തന്നെ എൻ്റെ പാരൻസും വൈഫിൻ്റെ പാരൻസ് എല്ലാം നാട്ടിൽ തന്നെയുണ്ട്. ഒത്തിരി ജീവിതശൈലി രോഗങ്ങളെല്ലാം കടന്നു വന്നിരുന്നവർക്കൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മിക്കവാറും ഒരു മാസത്തിലെ 5, 6, 7 ദിവസം ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളും ഹോസ്പിറ്റലിൽ പോയി നടന്നൊരവസ്ഥ. പക്ഷേ ഈ എക്സസ് വണ്ണം കുറയുന്ന മുറയ്ക്ക് എൻ്റെ പാരൻസിനും എനിക്കൊക്കെ ഈ പറഞ്ഞ ഡെയിലി വിസിറ്റ് അല്ലെങ്കിൽ മന്ത്ലി വിസിറ്റ് എന്നുള്ള കേസ് ഒഴിവായി കംഫർട്ട് സോണിലേക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാൻ കഴിയും. ശ്വാസം മുട്ടടക്കമുള്ള എൻ്റെ മമ്മി, അതുപോലെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന എൻ്റെ മമ്മി, ഇവരൊക്കെ കംഫർട്ട് സോണിലേക്ക് മാറാനായിട്ട് കഴിയാണ്. ഷുഗർ ഭയങ്കര ഹൈ ആയി കിടന്ന ആൾ, ഇവരെല്ലാം ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയിലേക്ക് എല്ലാം കംഫർട്ട് സോണിലേക്ക് മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കാണാം, റിപ്പോർട്ടർ ചാനലില് നക്ഷത്ര തടാകത്തിലെ ഞങ്ങളുടെ ഒരു അഭിമുഖം, ഞങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിച്ചിരുന്നു. ഞാനും എൻ്റെ മമ്മിയായത്. മമ്മി എത്ര കംഫർട്ട്, പൊടിയിലൊക്കെ പോണതിന് ഒരു പ്രശ്നമില്ല, കംഫർട്ടായിട്ട് പോയി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ വീഡിയോ റിപ്പോർട്ടർ ചാനലിൽ വന്നു. അത് മാത്രമല്ല, എക്സ്പെൻഡിച്ചർ ലെവൽ നോക്കിയാൽ നമ്മളൊരു 6-7 ദിവസം ഹോസ്പിറ്റലിൽ വിസിറ്റ് പോകും. നിങ്ങൾക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ 1 കിലോ അരി, 2 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന പോലെ കിട്ടില്ല എന്നറിയാം. അവിടെ കാത്ത് കെട്ടി അവിടെ നിന്ന് അവരുടെ സമയം നോക്കി നമ്മുടെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം പോക്കാം. അപ്പൊ 7 ദിവസം ഒരു മാസത്തിൽ പോണ അവസ്ഥയാണ്. പാരന്റ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാണ്ട് തരില്ലല്ലോ. വേറെ ആരോഗ്യങ്ങളോട് പറയാൻ പറ്റും ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറയാൻ നടക്കില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കംഫർട്ട് സോണിലേക്ക് നമ്മളെ കംഫർട്ട് സോണിലേക്ക് മാറാനും എല്ലാ രീതിയിലും ഒരു കംഫർട്ട് സോണിലേക്ക് നമുക്ക് മാറാൻ കഴിയും. നമ്മൾ കോൺസെൻട്രേഷൻ, ഉറക്കം, A to Z കാര്യങ്ങൾ, ഫിനാൻഷ്യലി നല്ല റിസൾട്ട്, നന്നായിട്ട് മാറാൻ നമുക്ക് വർക്ക് ചെയ്യാൻ ടൈം കിട്ടാം. അപ്പൊ ദാറ്റ് മീൻസ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയത് ഹെൽത്ത് കിട്ടി, വെൽത്ത് കിട്ടി, ഹാപ്പിനെസ് കിട്ടി. അടിപൊളിയല്ലേ? നല്ല എൻജോയ് ചെയ്ത് വീട്ടിൽ ക്രിസ്ത്യൻ കംഫർട്ട് സോണിൽ നമ്മൾ പോകും. സൂപ്പർ പ്രോഗ്രാമാണ്. അത് മാത്രമല്ല, നമ്മുടെ ക്ലബുകളിലെ വൈബൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ നമ്മുടെ ക്ലബുകളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാം. ഓക്കെ, വെരി താങ്ക് യു.